കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജം ഉണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച അരിമണികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന അരി അസറഫ് ഖാന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് രാവിലെ ചുട്ട 3 പത്തല് ഞാൻ തിന്നതിന്റെ ഊർജമാണ് എന്റെ തൊണ്ടേന്ന് കേൾക്കുന്ന ഈ ശബ്ദം. അപ്പൊ എന്റെ ക്ലാസ് പ്ലസ് ആവുന്നത് ഭാഷ കാലത്തിലൂടെ വന്നതാണ്, എന്റെ ശബ്ദോർജം ദേശത്തിലൂടെ വന്നതാണ്. പ്ലസ് എന്താന്ന് പിടികിട്ടിയോ? മാഷെ നിങ്ങളെ സമ്മതിക്കണം മാഷെ, അടിപൊളി, സൂപ്പർ മാഷെ. കാലത്തെയും ദേശത്തെയും അതിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും അതിന്റെ സൗന്ദര്യത്തെയും അനുഭൂതിയെയും അതിന്റെ അറിവിനെയും അതിന്റെ സ്വപ്നങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവൻ മാത്രമാണ് A+ ആവുന്നവൻ. അല്ലാതെ പരീക്ഷയിൽ ഓർമ്മശക്തിയിൽ മാർക്ക് വാങ്ങിയത് കൊണ്ട് മാത്രം താൽക്കാലികമാണത്. താൽക്കാലിക അഡ്മിഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം എന്തെന്നറിയില്ല. അങ്ങനെ ജീവിതം എന്തെന്നറിയണമെങ്കിൽ വളർത്തേണ്ടത് നിങ്ങളുടെ മക്കളുടെ ശരീരത്തെയല്ല. ശരീരത്തെ വളർത്താൻ രക്ഷിതാക്കളെ നിങ്ങൾ സുന്ദരമായ വീടുണ്ടാക്കി ആ വീട്ടിൽ നല്ല ബെഡ് വാങ്ങിയിട്ടിട്ടുണ്ട്. അവനെ ഉറക്കാൻ, അവന്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്. പണ്ടത്തെ മാതിരിയല്ല, നല്ല ഭക്ഷണമല്ലേ. ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ, ഒരേ കറിയായിരിക്കും. നല്ല ഭക്ഷണമില്ല, നല്ല വസ്ത്രമില്ല. സ്കൂൾ കൂട്ടിയാൽ ഇതിലെ വള്ളിയുള്ള ഒരു ട്രൗസർ ഉണ്ട്. ഈ ട്രൗസറിന്റെ പിൻഭാഗം ഓട്ടയായിരിക്കും. അതിന്റെ കാരണം ഞങ്ങൾ അന്നത്തെ പ്രധാനപ്പെട്ട കളി പാളയിലിരുന്ന് വിരിക്കല. പാള കീറുമ്പോൾ ട്രൗസറും കീറും. വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മളെ കാണാൻ വിളിച്ച സ്റ്റാൻഡേർഡ് ടീസായിട്ട് നിൽക്കും, ഓട്ട പോത്തണ്ടേ. ഇന്ന് എന്തായാലും എത്ര ഡ്രസ്സാണ് നമ്മുടെ മക്കൾക്ക് അല്ലേ? അവന്റെ ശരീരത്തെ പൊതിയാൻ